ശ്രീരാജിന്റെ ഒരു രണ്ടാം ജന്മമെന്ന് ഞാൻ പറയും. കാരണം ഒരുപാട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ്. അതെ അതെ അത് കഴിഞ്ഞ ഇയർ ഏപ്രിലായിരുന്നു. നല്ലൊരു വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു അത് എൻ്റെ. സ്റ്റണ്ടിങ്ങിന്റെ സമയത്ത്. അതെ അതെ അതായത് ഞാൻ റോളിംഗ് സ്റ്റോപ്പ് അടിക്കുമ്പോൾ വണ്ടി ഫ്ലിപ്പായിട്ട്. അതെ ശരിക്കും പറഞ്ഞാലേ കേരളത്തിലാണ് അത്യാവശ്യം നല്ല പൊട്ടൻഷ്യലുള്ള റൈഡേഴ്സ് ഉള്ളത്. കാരണം ഇവിടെ ട്രാക്ക് ഒന്നും ഇല്ലാണ്ട് ഇത്രയും ലെവലിൽ ഓരോ ആൾക്കാർക്ക് എത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലുള്ള ഒരു പവറാണ്. ആക്സിഡന്റ് കഴിഞ്ഞ് വന്നിട്ട് റിസ്ക് ഉള്ള ഒരു റേസാണ് ഓടിച്ചത്. എൻഡ്യൂറോ ആയിരുന്നു അത്. എൻഡ്യൂറോ എന്ന് പറഞ്ഞാല് ഫുള്ള് കല്ലും കട്ടയും മലകള്, പിന്നെ ഭയങ്കര ഡീപ്പായിട്ടുള്ള കുഴികള്. അവസാനത്തെ ഒരു 3 ലാപ്പ് എത്തി കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ആവശ്യതയായി. വയറൊക്കെ ഭയങ്കര വേദന എടുത്തു തുടങ്ങി. എന്നാലും എനിക്ക് എങ്ങനെയെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാവരും ഭയങ്കര ഓടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ഇതാണ്, എല്ലാവർക്കും ഓരോ പാഷൻ ഉണ്ടല്ലോ. ചിലർക്ക് ഫുട്ബോൾ കളിക്കാനായിരിക്കും, ചിലർക്ക് ക്രിക്കറ്റ് കളിക്കാനായിരിക്കും. എനിക്ക് എൻ്റെ പാഷൻ എനിക്കിതാണ്. ഇത് ആക്ച്വലി ഇതിനകത്ത് പൈസ നോക്കിയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. റേസിൽ നമ്മൾ ശരിക്കും ഒപ്പം ഒരു കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു സുഖമുള്ളൂ ഓടിക്കാനായിട്ട്. അല്ലാണ്ട് നമ്മൾ എപ്പോഴും നല്ല ഈസി ആയിട്ട് ഓടിച്ച് ജയിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്ക് സ്വന്തമായിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഓരോന്ന് സ്വന്തമായിട്ട് തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ നേരിട്ട് കണ്ടേട്ടോ. റേസ് ഇതുവരെ കണ്ടിട്ടില്ലല്ലേ? ഇല്ല. ഈ വണ്ടിപ്രാന്തന്മാരാണോ ശരിക്കും മെക്കാനിക് ആവുന്നത്? ഏറെക്കുറെ അങ്ങനെ ഇരിക്കുള്ളൂ. അർജുൻ അശോകൻ ഏതോ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകൻ ഇതുപോലെ തന്നെ നല്ല വണ്ടിപ്രാന്തമുള്ള ഒരാളാണ്. അതെ അതെ ഞങ്ങള് ലാസ്റ്റ് ടൈം ഒരു 1-2 വീക്ക് മുമ്പ് ഒരു ബാംഗ്ലൂർ ഒരു ഇവന്റ് ഓടിച്ചായിരുന്നു. അർജുൻ അശോകൻ ഓടിക്കാറുണ്ട്. ശ്രീരാജിനെക്കാളും ഫാൻസിന് വൈശാഖനായിരിക്കും. പിന്നെ എപ്പോഴും ഓടിക്കാനായിട്ട് എപ്പോഴും നമ്മളെ പോലെയുള്ള ഒരാള് കോമ്പറ്റീറ്റർ ആയിട്ട് വേണം. എന്നാലേ നമുക്ക് റേസ് ഓടിക്കുമ്പോൾ ഒരു ത്രില്ല് ഉണ്ടാവുള്ളൂ. പരാജയവും വിജയവും 2 ത്രാസിൽ വെക്കുവാണെങ്കിൽ ഏതാണ് മുന്നില്? ബൈക്ക് സ്റ്റണ്ടിങ്ങും ബൈക്ക് റേസിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് ശരിക്കും? രണ്ടും രണ്ട് ഇതാണ്. എന്ന് വെച്ചാൽ ബൈക്ക് സ്റ്റണ്ടിങ് ആണെങ്കിൽ വലിയ എക്സ്പെൻസ് ഇല്ല. റേസ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പെൻസ് വരും. പിന്നെ രണ്ടും 2 കാറ്റഗറിയാണ്. അത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ സ്റ്റണ്ട് ചെയ്യണ ആൾക്ക് കുറച്ചധികം പ്രാക്ടീസും ഉണ്ടെങ്കിൽ കുറെ ഐറ്റംസ് ഒക്കെ വണ്ടി എപ്പോഴും നമ്മുടെ മൈൻഡും വണ്ടിയുടെ മൈൻഡും കൂടി കറക്റ്റ് ആയാലേ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. റേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ റേസിനോട് പ്രാന്തമുള്ള ആർക്കായാലും പെട്ടെന്ന് റേസ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ റേസ് ഓടിക്കാം. പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്താൽ മതി. സ്റ്റണ്ട് അങ്ങനെയല്ല, നല്ല ഇത് വേണം, നല്ല രീതിയിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിലേ നമുക്ക് ഓരോ ഐറ്റംസ് ഒക്കെ ചെയ്യാൻ പറ്റും സ്റ്റണ്ടിങ്ങിൽ. റേസ് നമുക്ക് എപ്പോ വേണമെങ്കിലും ഓടിക്കാം, ഓടിച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. പക്ഷെ സ്റ്റണ്ട് വേറൊരാൾക്കും ചെയ്യാൻ പറ്റൂല, മനസ്സിലായി? അതായത് പെട്ടെന്ന് ഒരാളോട് ഒന്ന് വെറുതെ ജസ്റ്റ് ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് വെറുതെ ഒന്ന് ഓടിക്കാൻ പറഞ്ഞാൽ അയാൾക്ക് ഓടിക്കാൻ പറ്റും. എന്നാൽ സ്റ്റണ്ട് റൈഡറോട് സ്റ്റണ്ട് ചെയ്യാനായിട്ട് ഒന്ന് ജസ്റ്റ് വീൽ അടിക്കാൻ പറഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റും. അതിന് നല്ല രീതിയിൽ അത്രയും പ്രാക്ടീസ് വേണം. അതായത് ഇതിൽ വീലി ബ്രേക്കിംഗ് ആവാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അത് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്റ്റണ്ടർക്ക് നല്ലൊരു റേസർ ആവാൻ പറ്റൂല്ലേ? ഒരു സ്റ്റണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് നല്ലൊരു റേസർ ആവാൻ പറ്റും. കാരണം എക്സാമ്പിള് ഞാനൊന്ന് പറയാം എന്ന് വെച്ചാൽ കുറച്ചും കൂടി എളുപ്പമാണ് ബ്രേക്കിങ്ങും എല്ലാം. വണ്ടിയായിട്ട് നല്ല ടച്ചായിട്ട് നിൽക്കണ, കൂടുതലും നല്ല സ്റ്റണ്ടിങ്ങിൽ നല്ല ടച്ചായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് റേസ് ഓടിക്കാൻ പറഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കുള്ളൂ. കാരണം ഓരോ കോർണറൊക്കെ എത്തുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പറ്റും. ശരിക്കും ശ്രീരാജിന്റെ ഒരു രണ്ടാം ജന്മമെന്ന് ഞാൻ പറയും. കാരണം ഒരുപാട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ്. ഒരു മേജർ ആയിട്ടുള്ള ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെന്ന്. അതെ അതെ അത് കഴിഞ്ഞ ഇയർ ഏപ്രിലായിരുന്നു. നല്ലൊരു വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു അത് എൻ്റെ സ്റ്റണ്ടിങ്ങിന്റെ സമയത്ത്. അതെ അതെ അതായത് ഞാൻ റോളിംഗ് സ്റ്റോപ്പ് അടിക്കുമ്പോൾ വണ്ടി ഫ്ലിപ്പായിട്ട് വണ്ടി ബാക്കിൽ വന്ന് വീണ് ലിവർ കട്ടായി പോയി. അത് കഴിഞ്ഞിപ്പോൾ ഞാനത് പെർഫെക്റ്റ്ലി ഓക്കെ ആയി. എന്നാൽ ചെറിയൊരു കാര്യങ്ങൾ എന്നെ അതിനകത്ത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ചിലപ്പോൾ ബ്രീത്തിങ് ഇഷ്യൂസ് അങ്ങനെ. പക്ഷെ അത് എത്ര നാളെടുത്തു ആ ലിവർ ഒന്ന് ശരിയായിട്ട് പിന്നെ തിരിച്ചു വരാനായിട്ട് ട്രാക്കിലേക്ക് റേസിംഗിലേക്കൊക്കെ? എനിക്കത് ആക്സിഡന്റ് ആയതിനു ശേഷം പിന്നെ വാശിയായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും. പിന്നെ ഞാൻ തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിക്കൊണ്ടിരുന്നത് എനിക്കിനി ഓടിക്കാൻ പറ്റൂലേ. കാരണം ഇത്രയും വലിയൊരു ആക്സിഡന്റ് അല്ലേ പറ്റിയത്. കാരണം ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ.
അപ്പോൾ എനിക്ക് ഓടിക്കാൻ പറ്റൂലേ എന്നൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഇവൻറ്റ് ബാംഗ്ലൂർ നടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വീട്ടുകാരും ഒന്നും പറഞ്ഞൊന്നുമില്ല, ജസ്റ്റ് അവിടെ കാണാൻ പോകണമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അവിടെ പോയി ഓടിച്ച് ഫസ്റ്റ് അടിച്ച്. അതാണ് ഒരു കമ്പാക്ക്. ആക്സിഡന്റ് കഴിഞ്ഞിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോയിട്ടും റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്നോട് ഒരു 1 ഇയർ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞത്, പക്ഷെ ഞാനത് കേട്ടില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഓടിച്ചാൽ മതി എന്നായിരുന്നു. ഞാൻ അങ്ങനെ പോയിട്ട് നേരെ ബാംഗ്ലൂർ. ആ വണ്ടി ഒരു 3-4 മണിക്കൂർ ഓടിക്കേണ്ടി വന്നു അവിടെ. 3 മണിക്കൂർ അടുത്ത് ഓടിക്കേണ്ടി വന്നു. ആ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ആ ലാസ്റ്റ് മണിക്കൂറുകൾ എത്തിയപ്പോൾ ഭയങ്കര പെയിനായി, വയറ് ഭയങ്കര പെയിനായിട്ട്. 4 മാസമായിട്ടല്ലേ ഉള്ളൂ. 4 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ശരിക്കും ഒരു മണ്ടത്തരായി പോയി തോന്നുന്നുണ്ട്. പക്ഷെ അന്നേരത്തെ ആ മൈൻഡിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഓടിച്ചാൽ മതി എന്നായിരുന്നു. അങ്ങനെ അത് ഓടിച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് അടിക്കുകയും ചെയ്തത്. അതാണ് ഒരു കംബാക്ക് ആയിട്ട് കൊണ്ടുവന്നത്. അതിലാണോ നാഷണൽ ലെവലിൽ ടോപ്പ്? അല്ല, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നടന്നതിൽ ഏറ്റവും ടഫായിട്ടുള്ള എൻഡ്യൂറോ റേസ് ആയിരുന്നു അത്. എപ്പോഴായിരുന്നു അത്? സെപ്റ്റംബറിലാണ് സംതിങ് ആയിട്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഏപ്രിലായിട്ടാണ് ആക്സിഡന്റ് സംഭവിച്ചത്. സെപ്റ്റംബറിലായിരുന്നു ഇവന്റ്. അപ്പൊ അതിലെങ്ങനെയാണ് ടോപ്പ് 10 എത്തിയത്? അതല്ല, അത് ടോപ്പ് 10 എത്തിയതല്ല, അത് ഫസ്റ്റ് വിന്നർ ആയിരുന്നു. ടോപ്പ് 10 എത്തിയത് ഞാൻ പറഞ്ഞ HDBC ഇല്ലേ, അതിനകത്താണ് ടോപ്പ് 10 എത്തിയത്. ഇതിൽ വിന്നറായി. റിസ്ക് ഉള്ളത് ഏതായിരുന്നു? റിസ്ക് ഉള്ളത് ഇപ്പൊ പറഞ്ഞില്ലേ ആക്സിഡന്റ് കഴിഞ്ഞ് വന്നിട്ട്. ആക്സിഡന്റ് കഴിഞ്ഞ് വന്നിട്ട് റിസ്ക് ഉള്ള ഒരു റേസാണ് ഓടിച്ചത്. എൻഡ്യൂറോ ആയിരുന്നു അത്. എൻഡ്യൂറോ എന്ന് പറഞ്ഞാല് ഫുള്ള് കല്ലും കട്ടയും മലകള്, പിന്നെ ഭയങ്കര ഡീപ്പായിട്ടുള്ള കുഴികള്, പിന്നെ വലിയ മറ്റേ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വെച്ചിട്ട് അതിൽ കൂടി ചാടി അപ്പുറത്തെത്തല്. അത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതായത് നമ്മൾ വീണ് കഴിഞ്ഞാൽ തെറിച്ച് എന്തെങ്കിലും ഒരു ഇത് കിട്ടും. സർജറി കഴിഞ്ഞ് പോയിട്ട് ഇത്രയും വലിയൊരു പിന്നെ സ്റ്റണ്ടിങ്ങില് റേസിംഗിലാണ് പോയത്. അതെ അതെ. അത് ഇത്തിരി, പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും തോന്നിയായിരുന്നു. വീഴാത്ത എന്തോ ഭാഗ്യം. ഇല്ലില്ല, വീണില്ല. പക്ഷെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ അവസാനം വരെ എങ്ങനെയെങ്കിലും അത് കുറച്ച് അവസാനത്തെ ഒരു 3 ലാപ്പ് എത്തി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവശതയായി. വയറൊക്കെ ഭയങ്കര വേദന എടുത്തു തുടങ്ങി. എന്നാലും എനിക്ക് എങ്ങനെയെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ അത് വിന്നറായി. വീട്ടുകാര് വഴക്ക് പറഞ്ഞോ? വീട്ടുകാര് പിന്നെ എന്തായാലും പറയുമല്ലോ. ഏതായാലും മോൻ ഇതിന്റെ അകത്തുനിന്ന് വിട്ടൊരു വഴിയില്ലാന്ന് അവർക്ക് തിരിച്ചറിയാം. ആദ്യമൊക്കെ അവരെപ്പോഴും പറയുമായിരുന്നു ഇങ്ങനെ, ഇത് ഡേഞ്ചറാണ്, എല്ലാവരും ഭയങ്കര ഓടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ഇതാണ്, എല്ലാവർക്കും ഓരോ പാഷൻ ഉണ്ടല്ലോ. ചിലർക്ക് ഫുട്ബോൾ കളിക്കാനായിരിക്കും, ചിലർക്ക് ക്രിക്കറ്റ് കളിക്കാനായിരിക്കും. എനിക്ക് എൻ്റെ പാഷൻ എനിക്കിതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാഷനും ഇതാണ്. ഇപ്പൊ ഹെൽത്ത് എല്ലാം ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങൾ. ഈ പാഷനാണ് എപ്പോഴായാലും എന്താ പറയാ, മരണം വരെ ഇത് തന്നെ ഇഷ്ടം. തീർച്ചയായും ഇത് തന്നെയാണ് ഇഷ്ടം. അത് അങ്ങനെയാണ്. ഏതായാലും ഒരുപാട്. ഏതാണ് ഏറ്റവും രസം? ഇങ്ങനെ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ ഇത് ഓടിച്ചു പോകുമ്പോഴാണോ? കല്ലും മുള്ളും അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വണ്ടി എടുത്തത് സൂപ്പർ ക്രോസ് എന്ന് പറയും, അതായത് ജമ്പുകളുള്ള ട്രാക്കില് അത് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബൈക്ക് എടുത്തത്. അതിനകത്ത് ഒരു നാഷണൽ ചാമ്പ്യൻ ആവണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അടുത്ത വന്ന ജനുവരി ഫെബ്രുവരി ഒക്കെ അടുത്ത സീസൺ സ്റ്റാർട്ട് ചെയ്യും. 6 റൗണ്ടാണുള്ളത് ഇന്ത്യയിൽ. 6 റൗണ്ടിൽ എല്ലാ റൗണ്ടും വിൻ ചെയ്ത് പോയിന്റ് വൈസ് ആരാണ് ടോപ്പ് വെക്കണോ അതാണ് നാഷണൽ ചാമ്പ്യൻ. അപ്പൊ അടുത്ത ചാമ്പ്യൻഷിപ്പ് എങ്ങനെയെങ്കിലും അടിക്കണം എന്ന് വിചാരിച്ച് എടുത്ത വണ്ടിയാണിത്. ചാമ്പ്യൻഷിപ്പ് എപ്പോഴാണ് എടുത്തത്? ഈ ജനുവരി ഫെബ്രുവരിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓരോ റൗണ്ട് ഇന്ത്യയിൽ ഓരോ സ്ഥലങ്ങളിൽ വെച്ച് റൗണ്ട് ആയിരിക്കുള്ളൂ. അപ്പൊ അവിടെ പോയി ഓരോ സ്ഥലങ്ങളിൽ ഓടിച്ച് പോയിന്റ് വൈസ് ഇങ്ങനെ കൂടി വന്ന് ലാസ്റ്റ് എത്ര പോയിന്റ് കൂടുതലുള്ളവനാണോ അവനാണ് നാഷണൽ ചാമ്പ്യൻ. അപ്പൊ എങ്ങനെയാണ് ഈ ചാമ്പ്യൻഷിപ്പിലേക്ക് അങ്ങനെയൊക്കെ സെലക്ട് ആവുന്നതൊക്കെ എങ്ങനെയാണ്? നമ്മള് എല്ലാ റേസും ഓടിച്ച് വിൻ ചെയ്യണം. ഇപ്പൊ ഇതുപോലെ ഒരു റേസ് നടക്കുന്നത് ചിലപ്പോൾ കോയമ്പത്തൂരായിരിക്കും എക്സാമ്പിൾ. അവിടെ കുറെ പേരുണ്ടാവും എന്നെ പോലെ, ഒരുപാട് പേര് ചാമ്പ്യൻഷിപ്പ് പഠിക്കണം എന്ന ആഗ്രഹത്തിൽ വന്നവരുണ്ടാവും. അപ്പൊ അതുപോലെ അവരിൽ നിന്ന് നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്ത് ഫസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പോയിന്റ് കിട്ടും. 40 പോയിന്റ് കിട്ടും. ആ 40 പോയിന്റ് അങ്ങനെ ഓരോ അടുത്ത റേസ് ചിലപ്പോൾ ബാംഗ്ലൂർ ആയിരിക്കും. അപ്പോൾ അവിടെ പോയി നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഇത്ര പോയിന്റ് കിട്ടും. അങ്ങനെ പോയിന്റ് വൈസ് ആരാണോ ടോപ്പ് വെക്കണത് അതാണ് നാഷണൽ ചാമ്പ്യൻ. അങ്ങനെ സെലക്ട് ചെയ്യുന്ന പ്രൊസീജിയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് ഇല്ല, പോയിന്റ് വൈസ് ആണ്. നമ്മൾ ജയിക്കണ അനുസരിച്ച്, നമ്മൾ ഓടിച്ച് ജയിക്കണ അനുസരിച്ചാണ് നമുക്ക് പോയിന്റ് കിട്ടുന്നത്. എന്നാലും ഒരു 1000 പേരുണ്ടെങ്കിൽ അതിന് ഇത്രയാളെ സെലക്ട് ചെയ്യാൻ അങ്ങനെയുണ്ടോ? ഇല്ല, എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും. പങ്കെടുത്തിട്ട് നമ്മുടെ സ്കിൽ അനുസരിച്ച് നമ്മൾ ജയിക്കണ അനുസരിച്ചിരിക്കും. ബാംഗ്ലൂർ ഡേയ്സിലല്ലേ ഫഹദ് ഫാസിലൊക്കെ? അതെ. ഞാനിപ്പോ
ആക്സിഡന്റിന് ശേഷം ഓടിച്ചെന്ന് പറഞ്ഞില്ലേ, അത് ബാംഗ്ലൂർ ഡേയ്സിന്റെ ഇത് നടന്ന ട്രാക്കിലാണ് ഓടിച്ചത്. ആണോ? ഫഹദ് ഫാസിലും നമ്മുടെ ദുൽഖറൊക്കെ റേസ് ചെയ്ത ആ ട്രാക്കിലാണ്. അതിനകത്ത് ഓടിക്കണ റേസ് ഇല്ല ലാസ്റ്റ്, ആ റേസ് ആണ് സൂപ്പർ കോസ് റേസ്. അതാണ് ചെമ്പൊക്കെ ചാടിയിട്ട് പോണ റേസ്. അതാണ് ആ സിനിമയിലാണ് ഞാൻ, ഭയങ്കര രസമായിരുന്നു അല്ലേ? അത് നല്ല അടിപൊളിയായിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓർമ്മ വന്നോ? അയ്യോ, അത് ഞാൻ എപ്പോഴും ഓടിക്കുന്ന വീഡിയോസ് ഒക്കെ എടുത്തിട്ട് എപ്പോഴും ആ ഒരു മ്യൂസിക് ഇല്ലേ ബാംഗ്ലൂർ ഡേയ്സിൽ, അതെപ്പോഴും ഇടാനായിട്ട് ആഗ്രഹിക്കും. നല്ല രസമാണ് അത്. കാരണം അവരൊക്കെ സത്യം പറഞ്ഞാൽ നല്ല കഷ്ടപ്പെട്ട് കാണും അതില് അഭിനയിക്കാൻ. അതെ അതെ. പിന്നെ അതിനകത്ത് സ്റ്റണ്ട് റേസ് ഓടിച്ചേക്കണൊക്കെ വേറെ ആൾക്കാരായിരിക്കും. അവർ അടിപൊളിയായിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പം ശരിക്കും ചാമ്പ്യൻ ആയതല്ല, നാഷണൽ ടോപ്പ് 10 എത്തിയത് എപ്പോഴാണ്? അത് എന്തായിരുന്നു മത്സരം? അതാണ് ഞാൻ പറഞ്ഞത്, ഹീറോ ഡേർട്ട് ബൈക്കിംഗ് ചാലഞ്ച് എന്ന് പറയുന്ന ഒരു ഇവന്റ്. ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്ന റേസ് ഇവന്റ് ആണ്. ആദ്യമായിട്ട് ഓടിച്ചതിൽ തന്നെയാണ് നാഷണൽ ലെവലിൽ ടോപ്പ് 10 എത്തിയത്. അതെ അതെ. അത് ഇങ്ങനെ ഓരോ സ്റ്റേജ് ആയിരുന്നു. ഫസ്റ്റ് സ്റ്റേജ് നമ്മുടെ സ്കില്ല് നോക്കാൻ വേണ്ടിയിട്ട് സ്ലോ റേസ് ആയിരുന്നു. സെക്കൻഡ് സ്റ്റേജ് കൊച്ചിയിൽ വെച്ചിട്ട് ഒരു ടൈം ട്രയൽ. അങ്ങനെ അത് കഴിഞ്ഞ് ബാംഗ്ലൂർ ഒരു 90 പേര് അടുത്തുണ്ടായിരുന്നു. ആ 90 പേരിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഓടിക്കണത് നമ്മുടെ സ്കില്ലൊക്കെ വെച്ച് പോയിന്റ് ഇടും. ആ പോയിന്റിൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ ജയ്പൂർക്ക് വന്നത്. ജയ്പൂർ ഞങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോൻ്റെ ഡക്കാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടഫസ്റ്റ് റാലിയാണ്. റാലി ഓടിക്കണ റൈഡേഴ്സ് വന്നാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് റേസ് ഓടിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന ട്രെയിനിങ് അവരുടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അവർ അത് നല്ല രീതിയിൽ ഗുണം ചെയ്ത്. അവർ പറഞ്ഞു തന്നാൽ ഫസ്റ്റ് നമ്മൾ തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ അവരൊരു കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മൈൻഡിലിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ആയതുകൊണ്ട് അത് പഠിക്കാൻ പറഞ്ഞത് കിട്ടൂല കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അത് വെച്ചാണ് പിന്നെ റേസ് ഓടിക്കാനായിട്ട് തുടങ്ങിയത്. റേസ് ഓടിക്കാൻ നേരത്ത് അത് കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് റേസ് ബൈക്കൊന്നുമില്ല. അപ്പോൾ വൈശാഖേട്ടൻ, എൻ്റെ ഒരു കൂടെ വന്ന വൈശാഖേട്ടനില്ലേ, വൈശാഖേട്ടനാണ് ഫസ്റ്റ് എനിക്ക് ബൈക്ക് തന്നത്. പുള്ളിക്ക് ഭയങ്കരമായിട്ട് റേസ് ഓടിക്കാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ സാഹചര്യം കാരണം ഓടിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ പുള്ളിയുടെ ബൈക്ക് വെറുതെ ഇരിക്കുകയായിരുന്നു. ആ ബൈക്ക് എനിക്കാണ്. ഞാനത് കംപ്ലീറ്റ് അഴിച്ച് പണിത് സെറ്റാക്കിയെടുത്ത് നേരെ പിന്നെ അതിനകത്ത് റേസ് ഓടിക്കണതെല്ലാം അടിക്കണം. ആ സമയത്ത് ഓടിച്ചു തുടങ്ങിയതെല്ലാം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആ ബൈക്ക് വെച്ച് ഞാൻ അടിച്ച്. സ്വന്തമായിട്ട് ബൈക്കില്ലാതായപ്പോഴാണ് ഒരു നാഷണൽ ലെവലിൽ പോലും എത്തിയത്. അതെ, സ്വന്തമായിട്ട് ബൈക്കില്ല, റേസ് ഓടിക്കാൻ ബൈക്കേ ഇല്ല ആ സമയത്ത്. അങ്ങനെ അപ്പം ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ ഒരുപാട് റൈഡേഴ്സ് ഉണ്ടല്ലോ ഇന്ത്യയിൽ തന്നെ. അപ്പൊ എന്തോ അതിനകത്തൊരു സ്കില്ലുണ്ട്, എന്തോ സ്റ്റണ്ട് റൈഡിങ് നമ്മുടെ ബാക്കിലുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, എന്തോ അതിനകത്തൊരു സ്കില്ലുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പൊ പിന്നെ ഇതൊന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കിയാലാന്ന് ആലോചിച്ചപ്പോഴാണ് വന്നത്. പിന്നെ ഇത് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ, അത് ഒന്ന് വേറെ തന്നെയാണ്. കാരണം നമ്മള് റേസിന്റെ അവിടെ ഒരു അണ്ടർ പ്രഷറല്ല, നമ്മൾ ആ ഒരു സ്റ്റാർട്ട് ഗേറ്റിലൊക്കെ നിന്നിട്ട് അത്രയും വണ്ടികൾ കൂടെ നിന്നിട്ട് ഈ എല്ലാ വണ്ടികളുടെയും സൗണ്ടും പിന്നെ സ്റ്റാർട്ട് ഗേറ്റ് താഴുമ്പോൾ ഉള്ള ഹാർട്ട് ബീറ്റും എല്ലാം ഫോക്കസ് എല്ലാം കൂടി കിട്ടുന്ന ഒരു ഫീലില്ലേ, അതൊന്നും വേറെ തന്നെ. അത് നമ്മൾ ഈ ഓട്ട മത്സരത്തിനൊക്കെ നിൽക്കുന്ന പോലെയാണ്. അതെ അതെ. അതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റൂല. ഇത് വേറെ അത് എക്സ്പീരിയൻസ് ചെയ്താലേ അതിന്റെ ഒരു ഫീൽ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നെഞ്ചിങ്ങനെ ഇടിക്കില്ലേ? എല്ലാ വണ്ടിയുടെയും ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേട്ട് കൂടെയുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവൻ എങ്ങനെയെങ്കിലും പൊട്ടിക്കണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അടുത്ത അറ്റത്ത ആ കോർണർ എവിടെയാണോ അവിടം വരെ ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് ഗേറ്റ് എപ്പോ താഴണോ അപ്പൊ വണ്ടി എടുത്ത് പൊക്കോളും. വണ്ടി എടുത്ത് പോകുമ്പോ പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്താ അന്നേരം ചിന്തിക്കുന്നത്? ഭയങ്കര സ്പീഡിൽ എങ്ങനെയാണ് അപ്പോഴത്തെ ആ നിമിഷം? ഇപ്പൊ കൊറേ വണ്ടി ഉണ്ടെന്ന് വിചാരിക്കും, അപ്പൊ എന്തായിരിക്കും മൈൻഡില്? അതെന്തായാലും നമ്മൾ അവിടെ ആ കോർണറിൽ എത്തണം എന്നായിരിക്കുള്ളൂ നമ്മുടെ മൈൻഡിൽ എന്തായാലും. അപ്പൊ ചിലപ്പോ നമ്മൾ ഓക്കെ ഇരിക്കാം, ചിലപ്പോ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ഒന്ന് ജസ്റ്റ് ഫെയിലായി പോയി കഴിഞ്ഞാൽ വീലി അടിച്ച് നമ്മുടെ വണ്ടിയുമ്പോ വീഴാം. ഒരുപാട് ചാൻസസ് ഉണ്ട് ക്രാഷ് ആവാനായിട്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ആ പോയിന്റ് നമ്മൾ എപ്പോഴും ആ കോർണർ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എത്തിയിരിക്കും. ആ ഗോളാണ് നമുക്ക് പ്രധാനം. അതെ അതെ. നമ്മൾ ഫസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഓടിച്ച് പോവാം. നല്ല ശ്രീരാജിനൊപ്പം കുറെ ശത്രുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അതിപ്പോ നമുക്ക് ശത്രുക്കൾ എന്ന് പറയാൻ പറ്റൂല. റേസില് ഇപ്പൊ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. റേസിലുള്ളത് റേസിൽ തീരും, പുറത്ത് എല്ലാവരും നല്ല ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കുള്ളൂ. അപകടമൊക്കെ നടന്ന സമയത്ത് അവരൊക്കെ വിചാരിച്ചാണല്ലോ ശ്രീരാജിന് തിരിച്ചു വരില്ല ട്രാക്കിലേക്ക്. ചിലപ്പോ വിചാരിച്ചിട്ടുണ്ടാവും ഇനിയിപ്പോ ആക്സിഡന്റ് ആയത്. പക്ഷെ അതല്ല മെന്റാലിറ്റി. ശരിക്കും പറഞ്ഞാൽ റേസിലുള്ളത് റേസിൽ നമ്മൾ ശരിക്കും ഒരു കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു സുഖമുള്ളൂ ഓടിക്കാനായിട്ട്.
അല്ലാണ്ട് നമ്മൾ എപ്പോഴും നല്ല ഈസി ആയിട്ട് ഓടിച്ച് ജയിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എപ്പോഴും ഓടിക്കാനായിട്ട് എപ്പോഴും നമ്മളെ പോലെയുള്ള ഒരാൾ കോമ്പറ്റീറ്റർ ആയിട്ട് വേണം, എന്നാലേ നമുക്ക് റേസ് ഓടിക്കുമ്പോൾ ഒരു ത്രില്ല് ഉണ്ടാവുള്ളൂ. ഈ പരാജയവും വിജയവും രണ്ട് ത്രാസിൽ വെക്കുവാണെങ്കിൽ ഏതാണ് മുന്നില്, ഏതാണ് താഴ്ന്നു നിൽക്കുക? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തം വിജയത്തിലാണ് ഉള്ളത്. ഞാൻ കുറവാണ് ഇങ്ങനെ ഫെയിൽ ആയേക്കണം. 2-3 റേസൊക്കെ ഫെയിൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും. ഫെയിൽ ആകുന്ന സമയത്ത് മനസ്സിൽ എന്തായിരിക്കും ചിന്ത? കുറച്ചും കൂടി ഞാൻ ഒട്ടും ഫിറ്റ് അല്ല, അടുത്തതിൽ ബെറ്റർ ആക്കാന്നുള്ളത് അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അപ്പൊ ശരിക്കും പറഞ്ഞാലേ ഈ റിസ്ക് എടുത്ത ആൾക്കാരെ ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ, അങ്ങനെ ശ്രീരാജ് വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായും റിസ്ക് എടുത്താലേ. ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, റിസ്ക് എടുത്തിട്ടുണ്ട്. അതിനകത്ത് പറയണ പോയിന്റ് എല്ലാം കറക്റ്റാണ്. നമ്മളെപ്പോൾ റിസ്ക് എടുക്കണോ നമുക്ക് എന്തായാലും വിജയം ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് എടുക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു ഇതുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പൊ ബൈക്ക് സ്റ്റണ്ടിങ് പൂർണ്ണമായിട്ട് വിട്ടിട്ട് ഇപ്പൊ റേസിംഗിലാണ് ഫോക്കസ് ചെയ്തത്. അപ്പൊ ഇനി എന്തായിരുന്നു സ്വപ്നം? ഇനി ഞാൻ പറഞ്ഞില്ലേ, നാഷണൽ ചാമ്പ്യൻഷിപ്പ് ആണ് ഒരു ഡ്രീം. അപ്പൊ ഒരുപാട് പേര്, ശരിക്കും ശ്രീരാജിന്റെ വീട് എവിടെയായിരുന്നു? നോർത്ത് പറവൂരാണ്. അപ്പൊ ഒരുപാട് പേര് അവിടെയൊക്കെ സാധാരണ ആൾക്കാരല്ലേ. അപ്പൊ അങ്ങനെയുള്ള പിള്ളേർക്കൊക്കെ, അവിടെയുള്ള പിള്ളേർക്കൊക്കെ ശ്രീരാജിനെ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള കുട്ടികളുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഇപ്പൊ അവിടെ വീടിനടുത്തുള്ളവരാരും ചോദിക്കാറുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഞാൻ ഓരോ റീൽസൊക്കെ ഇടുമ്പോൾ ഓരോരുത്തർ ചോദിക്കാറുണ്ട് ഇങ്ങനെ റേസ് ഓടിക്കാനായിട്ട് താല്പര്യമുണ്ട്, എങ്ങനെയാണ് ഇതിനകത്തേക്ക് വരേണ്ടത്, എങ്ങനെയാണ് ഇതിനകത്തേക്ക് വരേണ്ടത്. എല്ലാവരും അതാണ് ചോദിക്കണത്, എങ്ങനെയാണ് ഇതിനകത്തേക്ക് വരേണ്ടത്, നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി തരുമോ ഓടിക്കാനായിട്ട്, ചേട്ടൻ്റെ ബൈക്കൊന്നും ഓടിക്കാൻ തരുമോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഈ ബൈക്കിനോട് പ്രണയമുള്ളവരാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ശരിക്കും ഒരു സ്റ്റണ്ടർ ആവാൻ അല്ലെങ്കിൽ റേസർ ആവാൻ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? ആഗ്രഹം മാത്രം മതി? എങ്ങനെയാണ് ഒരു ശ്രീരാജിന്റെ ഒരു ജേണിന്ന്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റേസർ ആവാനോ സ്റ്റണ്ടർ ആവാനോ ഒരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പറ്റും. അല്ലാണ്ട് നമ്മൾക്കൊരാൾ ബൈക്ക് കൊണ്ടുവന്ന് തന്ന് ചെയ്യടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. നമുക്കൊരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്. എന്നാലും ഓരോ പിള്ളേർക്കൊന്നും അറിയില്ലായിരിക്കും ഇത് എവിടെ പോകണം. എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ ട്രൈ ചെയ്ത് ഞാൻ ഓരോന്ന് അറിവ് നേടിയതാണ്. ഒരു സാധാരണ ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ, ചെറിയ കുട്ടികള്, അതുപോലെ തന്നെ ഒരു വണ്ടിയൊക്കെ ഉള്ള ആൾക്കാർ, ഒരു വണ്ടി കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു റേസർ അല്ലെങ്കിൽ ഒരു റൈഡർ ആവാനായിട്ട് പറ്റുമോ, ഒരു സ്റ്റണ്ടർ ആവാൻ? തീർച്ചയായിട്ടും. ഒരു ബൈക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ എന്നോട് എന്തെങ്കിലും ആൾക്കാർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കും. അറിവില്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് കുറച്ച് ഐഡിയാസ്, ചിലപ്പോൾ വണ്ടി ഉണ്ടാവും അവരിൽ, ഐഡിയാസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നല്ല രീതിയിൽ അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഓരോരുത്തർ ചെയ്യുന്നുണ്ട് കേട്ടോ, റേസ് ഓടിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇപ്പോൾ ട്രാക്കിലൊക്കെ വണ്ടികൾ വന്നിട്ടുണ്ട്, ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഏതായാലും ഓടിച്ചിട്ട് നമുക്ക് ബാക്കി വന്ന് എടുക്കാം അല്ലേ? ഓക്കെ, തീർച്ചയായും. അപ്പോൾ ഈ ശ്രീരാജിന്റെ ഓടിക്കലൊന്ന് നേരിട്ട് കാണട്ടെ, റേസിംഗ്. തളർന്നു പോയാ? ചെറുതല്ല, അധികം ഓടിച്ചില്ല. സത്യം പറഞ്ഞാലേ ഞാൻ വിചാരിക്കും അയ്യോ തളരുന്നില്ലെന്നാ ഞാൻ വിചാരിക്കുന്നത്. ഇല്ലില്ല, ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഓടിച്ചിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാല് നമ്മള് പ്രാക്ടീസ് ചെയ്യുമ്പോ ഇരുന്ന് അരമണിക്കൂറിന്റെ ഒരു 5-6 മോട്ടോ ഓടിക്കും. ആദ്യമായിട്ട് ഇങ്ങനെ നേരിട്ട് കണ്ടേട്ടോ. റേസ് ഇതുവരെ കണ്ടിട്ടില്ലല്ലേ? ഇല്ല, നമ്മള് സിനിമയിലും അങ്ങനെയൊക്കെ അല്ലാതെ വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ റേസ് ഒരു ദിവസം കാണണ്ടാണ്, അത് കണ്ടു കഴിയുമ്പോ അതിന്റെ ഒരു ഫീൽ കിട്ടും. അതെ, അതിന്റെ ഒരു കിക്ക് നമുക്ക് കിട്ടും. പിന്നെ കാണാൻ തോന്നുന്നത്. പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോ ഈ ഗ്രൗണ്ടിൽ തന്നെയാണ്? ഇല്ലില്ല, ഞാനിവിടെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറില്ല. ഞാൻ കോയമ്പത്തൂർ പോയാണ് പ്രാക്ടീസ് ചെയ്യാം. കേരളത്തിൽ വേറെ ട്രാക്ക് ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ, സൂപ്പർ കോഴ്സ്. അതാരണം ഇവിടെ നിന്ന് കോയമ്പത്തൂർ വരെ പോകും. എപ്പോഴാ പോകുന്നത് കോയമ്പത്തൂര്? എല്ലാ വീക്കെൻഡും സാറ്റർഡേ സൺഡേ എന്തായാലും അവിടെ പോകും, ഓടിക്കും. അപ്പോൾ എപ്പോഴും കോയമ്പത്തൂർ പോയി വരാൻ ഭയങ്കര ചെലവല്ലേ? എന്തായാലും ഒരു വീക്കെൻഡിൽ ഒരു 10 രൂപ അടുത്ത് എന്തായാലും വരും. ട്രാക്ക് റെന്റ്, പിന്നെ ഫ്യൂവല്,
കാറിന്റെ ഫ്യൂല്, ഓ ഓ. പിന്നെ എന്തായാലും അത്രയും വരും. വണ്ടി ഏതായാലും കാറിൽ ആണല്ലോ അതെ, കൊണ്ടുപോകുന്നത്. ഇത് എന്തായാലും റോട്ടിൽ ഓടിക്കാൻ ആ പറ്റുമല്ലോ. ആ അതെ അതെ. അപ്പൊ അത് കാരണം മറ്റേ വാനിൽ കയറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും, എന്നിട്ട് അവിടെ ഓടിക്കും, തിരിച്ച് കയറ്റും, തിരിച്ചിങ്ങോട്ട് വരും. ഒരു ടാസ്ക് തന്നെയല്ലേ. ഇവിടെ അത്ര ഗ്രൗണ്ട്, അത്ര ഒരു ട്രാക്ക് ഇല്ലാത്തതുകൊണ്ട്. ഇപ്പൊ കേരളത്തില് ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പകുതി എക്സ്പെൻസേ വരുള്ളൂ. ഇതിപ്പോ മന്ത്ലി തന്നെ ഒരു എമൗണ്ട് വീക്കെൻഡ് പോകുമ്പോ 10-40,000 രൂപ അടുത്ത് പ്രാക്ടീസിന് മാത്രം വരും. നമ്മുടെ സർക്കാർ ശരിക്കും എന്താ പറയാ, സ്പോർട്സ് കൂടി ഒന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ. അതെ, നമ്മുടെ സർക്കാർ ശരിക്കും ഇങ്ങനെയുള്ള റൈഡേഴ്സിനൊന്നും അത്ര ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ, ഇങ്ങനെ ട്രാക്ക് ഒന്നും ഇല്ലാതെ. അതെ, ശരിക്കും പറഞ്ഞാലേ കേരളത്തിലാണ് അത്യാവശ്യം നല്ല പൊട്ടൻഷ്യലുള്ള റൈഡേഴ്സ് ഉള്ളത്. കാരണം ഇവിടെ ട്രാക്കും ഒന്നും ഇല്ലാണ്ട് ഇത്രയും ലെവലിൽ ഓരോ ആൾക്കാർക്ക് എത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലുള്ള ഒരു പവറാണ്. അതെ ശരിക്കും. അത് അതിനുള്ള ഇത് നമുക്കില്ല അത്രയും. അതിന് ഇപ്പൊ ട്രാക്കും അവർക്ക് ഓടിക്കാനുള്ള ഫെസിലിറ്റീസും എല്ലാം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഒരുപാട് ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് റൈഡേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് ഉയരങ്ങളിലെത്താനായിട്ട് പറ്റും ശരിക്കും പറഞ്ഞാൽ ട്രാക്ക് ഉണ്ട്. ഇനിയിപ്പോ ഇലക്ഷൻ ഒക്കെ വരാൻ പോവാണ്, എന്താ പറയാ, നിയമസഭാ ഇലക്ഷൻ ഒക്കെ ഇത് കഴിഞ്ഞ് വരും. പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് വലിയ ഇലക്ഷൻ വരുവാണ്. അപ്പൊ ഏതായാലും ഇനി വരുന്ന സർക്കാർ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ റൈഡേഴ്സിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കുള്ളൂ. കാരണം ഒരുപാട് റൈഡേഴ്സ് ഉണ്ട് ഇപ്പോഴും ഓടിക്കാൻ പറ്റാണ്ട്. ഇപ്പൊ ഞാനിപ്പോൾ എനിക്ക് അത്രയും ഭ്രാന്തുള്ള, എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് അത്രയും ഭ്രാന്തുള്ള കാരണമാണ് ഞാൻ കോയമ്പത്തൂർ വരെ പോയി ഓടിക്കുന്നത്. പക്ഷെ അത്ര എക്സ്പെൻസ് മുടക്കാൻ ഇല്ലാത്തവരും ഉണ്ടാവും ചിലപ്പോൾ. എനിക്കും നല്ല എക്സ്പെൻസ് ആണ്. ഞാനിപ്പോൾ ഓരോ എന്തെങ്കിലും കുറെ സേവ് ചെയ്തൊക്കെ വെച്ചിട്ടാണ് പ്രാക്ടീസ് ഒക്കെ. പിന്നെ ഈ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് നല്ല പ്രാക്ടീസ് വേണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ കോയമ്പത്തൂർ വരെ പോണത്. അപ്പോൾ ഒരുപാട് റൈഡേഴ്സിന് ഇതുപോലെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരു ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓടിക്കാനൊരു ഓപ്പർച്യൂണിറ്റി. അതെ, ഇതെല്ലാം സർക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അതെ, എല്ലാവർക്കും നല്ലൊരു ഉപകാരമായിരിക്കുള്ളൂ അങ്ങനെ ഒരു ട്രാക്ക് വന്നു കഴിഞ്ഞാൽ. അതെ അതെ, എന്ന് വെച്ചാൽ കോയമ്പത്തൂർ വരെ പോയി വരിക എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. പിന്നെ ശരിക്കും ബൈക്കും ഇതിന് എത്ര ചെലവ് വേണം? നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുമോ? അതെങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യം? നല്ല ചെലവാണോ ഒരു റൈഡർക്ക് അല്ലെങ്കിൽ റേസർക്ക്? ഇത് ആക്ച്വലി ഇതിനകത്ത് പൈസ നോക്കിയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മൾ നല്ലൊരു റൈഡർ ആണെന്നുണ്ടെങ്കിൽ ആ റൈഡർ ഓരോ റേസുകൾക്കൊക്കെ പോകുമ്പോൾ വിൻ ചെയ്ത് ചിലപ്പോൾ 3-4 കാറ്റഗറി ഓടിക്കണം, ചിലപ്പോൾ 2-3 കാറ്റഗറി ഓടിക്കണ്ടാവും. അപ്പം അതിനകത്ത് ഓടിച്ചിട്ട് വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30,000 രൂപയൊക്കെ അടുത്ത് പ്ലസ് 30,000 രൂപ പ്ലസ് കിട്ടും, ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ മുടക്കുന്ന പൈസ കൂടുതലായിരിക്കില്ലേ? നമ്മളിപ്പോ ഇവിടെ നിന്ന് ചിലപ്പോൾ കോയമ്പത്തൂർ ആണ് റേസ് എന്ന് വിചാരിക്കും. ഇവിടെ നിന്ന് അവിടം വരെ പോകുമ്പോൾ എക്സ്പെൻസ് എല്ലാം കൂടി ഏകദേശം അത്രയൊക്കെ ആവും, എൻട്രി ഫീസ് എല്ലാം കൂടി. അപ്പോൾ ഇതിനകത്ത് നിന്നൊരു ഇൻകം ഇല്ല. അത് നല്ല റൈഡറായിട്ട് നല്ല കണ്ടിന്യൂസ് നല്ല എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനായിട്ടുള്ള പ്രാക്ടീസും എല്ലാ കാര്യങ്ങളും വേണം. അപ്പോൾ ഇതൊരു റവന്യൂ ആയിട്ട് കണ്ടൊരിക്കലും ഇറങ്ങാൻ പറ്റില്ല. നമ്മുടെ ഒരു പാഷനായിട്ട് ഇപ്പൊ നമ്മള് ചിലപ്പോൾ ജയിച്ച് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചിലവ് വണ്ടിക്ക് ഉണ്ടാവും. വണ്ടിക്ക് മന്ത്ലി മെയിൻ്റനൻസ്, പിന്നെ ട്രാക്കിന്റെ റെന്റ്, നമ്മളുടെ എന്തെങ്കിലും ഗിയേഴ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് ചിലവുകളുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു സീസൺ ഞാൻ പറഞ്ഞില്ല നാഷണൽ ചാമ്പ്യൻഷിപ്പ്, അതൊരു സീസൺ ഓടിക്കാൻ ഒരു റൈഡർക്ക് ഒരു 3 ലക്ഷം രൂപ അടുത്ത് ചിലവായി. 3 ലക്ഷം വേണം മിനിമം. കാരണം ഓരോ ഇവന്റ് തന്നെ കോയമ്പത്തൂർ, ബാംഗ്ലൂർ, പൂനെ, നാസിക് അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും. ഇവിടേക്കൊക്കെ പോകണം, എൻട്രി എടുക്കണം, ബൈക്കിന്റെ മെയിൻ്റനൻസ്, പ്രാക്ടീസ്. ഇപ്പൊ പ്രാക്ടീസ് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു മന്തിൽ 40,000 രൂപ എടുത്ത് പ്രാക്ടീസിന് മാത്രം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു സാധാരണക്കാരന് വലിയ പാടല്ലേ ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ? അല്ല, ചില ഓരോ കാറ്റഗറി അനുസരിച്ച് ഞാനിപ്പോൾ ഓടിക്കണത് ഇപ്പൊ ഞാൻ ഓടിക്കണത് ഫോറിൻ കാറ്റഗറിയാണ്. അപ്പൊ അതിന് ഇത്തിരി ചിലവ് കൂടുതലാണ്. ഇപ്പോൾ ആസ് എ ബിഗിനർ എന്ന നിലയിൽ ഒരാൾക്ക് ഒരു ചെറിയ എക്സ്പൾസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇവിടെ കേരളത്തിൽ തന്നെ ചിലപ്പോൾ ചില ഇവന്റുകളൊക്കെ നടക്കും. കുറവാണ് ഇപ്പം ഇവന്റുകൾ, ഇപ്പം മുമ്പത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കുറവാണ് ഇവന്റ് കേരളത്തിൽ. അതെന്തോ എന്താണെന്നറിയില്ല, ഇപ്പോൾ പ്രോത്സാഹനം ഇല്ല. റേസിന്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഒരു ഇതുള്ളൂ, നടത്താനായിട്ടൊരു ആഗ്രഹമുള്ളൂ. ബാക്കി ആൾക്കാർക്ക് ഇപ്പം അങ്ങനെ കുറവാണ്. അപ്പോൾ ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്ക്, തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ അവനൊരു എക്സ്പൾസ് എടുത്തിട്ട് ഓടിക്കാനായിട്ട് സ്റ്റോക്ക് ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അതായത് സ്റ്റോക്ക് ബൈക്കിന് മാത്രം ഓടിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിനകത്ത് അവന് നേരെ പോയി ഒരു FMSCA എന്ന് പറയുന്ന ഒരു ലൈസൻസ് ഉണ്ട്. അതാണ് ഈ റേസിന് പോകുമ്പോൾ എടുക്കേണ്ട ഒരു ലൈസൻസ്.
അപ്പോൾ ആ ലൈസൻസ് എടുത്തതിന് ശേഷം ഓരോ ചെറിയ ഇവൻറ്റുകളൊക്കെ ഓടിച്ചു തുടങ്ങാം ഒരു സ്റ്റോക്ക് ക്ലാസ്സിൽ. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ബിഗിനർ ക്ലാസ് ഉണ്ട്, നോവൈസ് ക്ലാസ് ഉണ്ട്, ഇന്റർമീഡിയറ്റ്, അങ്ങനെ ഓരോ ക്ലാസ്സുകളായിട്ട് ഇങ്ങനെ പോകും. ഒരു സാധാരണക്കാരൻ എത്തിപ്പെടുന്നത് ഇങ്ങനെയാണോ? അതിന്റെ പ്രോസസ് ഇങ്ങനെയാണോ? എങ്ങനെയാണ് ഞാൻ എത്തിപ്പെടുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ആ ഇവന്റ് കഴിഞ്ഞതിന് ശേഷം, ഹീറോഡ് ബൈക്കിംഗ് ചാലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബിഗിനർ ക്ലാസ്സിൽ ഓടിച്ച്, അത് കഴിഞ്ഞ് അവിടെ നിന്ന് നോവൈസ് ക്ലാസ്സിൽ ഓടിച്ച്, പിന്നെ എക്സ്പെർട്ട് ക്ലാസ്സിൽ ഓടിച്ച്, അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓടിക്കണമെങ്കിൽ ഇവർക്കിപ്പോ ഒന്നും അറിയില്ല, ഒരു വണ്ടി ഉണ്ട്, ഭയങ്കര പാഷൻ ഉണ്ട്, പക്ഷെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെ ഒരാള് ഇപ്പൊ ആകാശത്ത് നോക്കി നിൽക്കുക, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാളാന്ന് വിചാരിക്കും, പക്ഷെ ഒരു എന്തൊക്കെയോ കടം വാങ്ങി ഒരു വണ്ടി വാങ്ങിച്ചു. അവരെങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്ലബിലേക്ക് അല്ലെങ്കിൽ ഒരു ടീമിലേക്കൊക്കെ എത്താനുള്ള ഒരു പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാണ്? ഇപ്പോൾ സാധാരണക്കാരൻ നമ്മുടെ ആഗ്രഹം പോലെ ഇരിക്കും, നമ്മളത് അറിയാനായിട്ട് ആഗ്രഹിക്കണം. അപ്പോൾ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ വീഡിയോ കാണുന്ന പലരും ഉണ്ടാവും. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ അടുത്ത്, ഇപ്പോൾ ഞാനോരോ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ഇടും. അപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പം എന്തെങ്കിലും എന്നെ കൊണ്ടാവുന്ന അറിവൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അധികം എന്താ ചോദിക്കുന്നത് അവര്? എവിടെയാണ് തുടങ്ങേണ്ടത്, എവിടെയാണ് പ്രാക്ടീസ് ചെയ്യണത്, എന്ത് ചിലവ് വരും, ഏത് ബൈക്ക് എടുക്കണം, അങ്ങനെയൊക്കെയാണ് ഒരുപാട് പേര്. ഞാൻ ഇപ്പം എൻ്റെ ഒരു രീതിയിൽ ഞാൻ എല്ലാവർക്കും ഓരോന്ന് റിപ്ലൈ കൊടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാലും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അപ്പൊ എങ്ങനെയാണ് ആ ടീമിലേക്കൊക്കെ എത്തേണ്ടത്? ടീമിലേക്കൊക്കെ എത്താന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നമ്മളൊരു നല്ല പൊട്ടൻഷ്യലുള്ള റൈഡറാണ് എന്ന് ടീമിൻ്റെ ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ റൈഡറായിട്ട് എടുക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അത് നമ്മുടെ സ്കില്ല് പോലെ ഇരിക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ട്രാക്കിൽ റേസ് ഓടിക്കണം, നമ്മൾ തന്നെ കാശ് മുടക്കി ഓടിക്കണം, എന്നിട്ട് റിസൾട്ട് കൊടുക്കണം. ഇപ്പോൾ 2-3 ഫസ്റ്റൊക്കെ അടിച്ച് എല്ലാവരും നല്ല, അതായത് റൈഡർ നല്ല ഒരു ഇത് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വിളിക്കാനായിട്ട് ഇപ്പോൾ ഒരു റൈഡ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ടീം ഉണ്ടാവും, നീ വേണമെങ്കിൽ എൻ്റെ ടീമിൽ ഓടിച്ചോ, നിനക്ക് ഞാൻ സ്പോൺസർ ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ആൾക്കാർ വിളിക്കും. സ്പോൺസർ ചെയ്യും. അപ്പൊ ഈ അവസരം കിട്ടാത്ത ഒരുപാട് പേരുണ്ടല്ലോ, ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്ത. അപ്പൊ അവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ സിനിമയിൽ അഭിനയിക്കാനാണെങ്കിൽ കാസ്റ്റിംഗ് കോൾ ഇടും. അപ്പൊ അതുപോലെ ഇവർക്ക് അങ്ങനെ ഓടിച്ച് നല്ലൊരു ഇതായെന്ന്, ഒരു പ്രോ ആയെന്ന് വിചാരിച്ചോ, ഇപ്പൊ ഞാനാണെന്ന് വിചാരിച്ചു, അപ്പൊ എനിക്ക് അങ്ങനെ എത്തിപ്പെടാൻ അങ്ങനത്തെ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ലൈവിൽ ഇപ്പൊ നിലവില് 1-2 പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ഇപ്പൊ കോയമ്പത്തൂരൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഓപ്ഷൻസ് ഉണ്ട്, കാരണം അവിടെ ട്രാക്ക് കിടക്കുകയാണ്, ബൈക്ക് റെന്റിലുണ്ട്, പിള്ളേർക്ക് ഗിയേഴ്സ് ഒക്കെ റെന്റിലുണ്ട്. അവര് നേരെ ചെല്ലാം, ഓടിക്കണം എന്ന് പറയാം, അവർ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കും. ഇപ്പൊ ട്രെയിനിങ് ഒരു 3 ദിവസത്തെ ട്രെയിനിങ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിലവിൽ എനിക്ക് പരിചയത്തിൽ കോയമ്പത്തൂർ ഡേർട്ട് പാർക്ക് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, പിന്നെ റെഡ്സ് ആൻഡ് റൈഡ്സ് എന്ന് പറയുന്ന 2 ട്രാക്ക് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് നേരെ അവർ തന്നെ ട്രെയിനിങ് തരും, ബൈക്കും തരും, ഗിയേഴ്സും തരും. അപ്പോൾ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുക, എന്നിട്ട് അവർക്ക് ഒരു ബൈക്ക് എടുക്കുക. ട്രെയിനിങ് കിട്ടിയതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ ബൈക്ക് എടുത്ത് പിന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ അവർക്ക് പിന്നെ ഒരു ടീമിലേക്കൊക്കെ ക്ഷണം വരുവാണ്, അവർ അന്വേഷിച്ച് പോവാണോ വേണ്ടത്? അല്ല, നമ്മളാരെയും അന്വേഷിച്ച് വരില്ല. നമ്മളെ അന്വേഷിച്ച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല റിസൾട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരുത്തനെ ഉണ്ടാവും, നന്നായിട്ട് ഓടിക്കുമെന്ന് മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഒരുപാട് ടീം ഉണ്ടോ ഇങ്ങനെ ആൾക്കാരെ റൈഡേഴ്സിനെ ക്ഷണിക്കുന്ന ടീംസ്? ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ നാഷണൽസ് ഓടിക്കണം എന്ന് പറഞ്ഞല്ലേ, നാഷണലിൽ നമ്മൾ നല്ല ഫൈറ്റ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ടീമുകളെന്ന് പറഞ്ഞാൽ ഹീറോ മോട്ടോർ സ്പോർട്സ്, പിന്നെ TVS ഫാക്ടറി, ഇവരൊക്കെ ഒരു ടീമാണ്. അതായത് ഇവരുടെ ഫാക്ടറിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഈ ബൈക്കാണെങ്കിലും നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫാക്ടറിയിലേക്ക് വിളിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സ്പെൻസും ഇല്ല, നമുക്ക് നേരെ പോവാ, ഓടിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ, ഭയങ്കര ചെലവ് ഉള്ള പരിപാടിയാണോ? ചെലവുണ്ട്, കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇത് ഈ സ്പോർട്ട്. കാരണം എന്ന് വെച്ചാൽ എല്ലാം കൂടി ചിലപ്പോൾ താങ്ങൂല, എല്ലാം എന്നാൽ ചിലവ് ചുരുക്കി ഓടിക്കുകയും ചെയ്യാം. പക്ഷെ ഇത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്ക് നമ്മൾ ഇമ്പ്രൂവ് ആവുള്ളൂ, നമ്മുടെ സ്കില്ലും ഇമ്പ്രൂവ് ആവുള്ളൂ. ശ്രീരാജിനെ പോലെ ഇത്രയും പാഷൻ വേണം, എന്നാലേ ഒരു സ്ഥലത്ത് എത്തുള്ളൂ. ശ്രീരാജ് സ്വന്തം വഴിവെട്ടി വന്നവനാണ് അല്ലേ? സ്വന്തം വഴിവെട്ടി വന്നു. എങ്ങനെയാണ് ഈ ആദ്യം ഒരു ടീമിലേക്ക് എടുത്തെന്ന് പറഞ്ഞില്ല, അത് അവര് കണ്ടുപിടിച്ചതാണോ അതോ ശ്രീരാജ് തന്നെ തേടിപ്പോയതായിരുന്നോ? ഞാൻ തന്നെ തേടിപ്പോയതായിരുന്നു. അത് ഞാൻ മറ്റേ സ്റ്റണ്ടായിരുന്നു. റേസിൽ അതിന് ശേഷം എനിക്ക് ടീമൊന്നും ഉണ്ടായില്ല, ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ഓടിച്ച് തുടങ്ങിയത്. അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് ടീമൊന്നും ഇല്ലാതെ പോകാൻ പറ്റും, സ്വന്തമായിട്ട് തന്നെ ഓടിക്കുകയും ചെയ്യാം. അതിന് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കുള്ളൂ. മറ്റേതാകുമ്പോൾ സ്പോൺസേഴ്സ് ആകുമ്പോൾ നമുക്ക് അത് നമ്മൾ ഓടിക്കുന്ന അനുസരിച്ചിരിക്കും.
നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ടാവും. എനിക്ക് അങ്ങനെ കുറച്ച് സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പം നിലവിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഇത് സെറ്റായിട്ട് വേണം അടുത്ത അടിപൊളി റേസൊക്കെ ഓടിച്ചു തുടങ്ങാൻ. അപ്പോൾ ഇങ്ങനെ റേസിനെ കുറിച്ചൊക്കെ ഇപ്പം നാഷണൽ ലെവലിലുള്ള മത്സരങ്ങളൊക്കെ അറിയുന്നത് എങ്ങനെയാണ്? എല്ലാത്തിനും ഓരോ ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിനകത്താണ് ഓരോ അപ്ഡേറ്റ്സ് ഒക്കെ വന്നത്. പുതിയ റേസ് ഒരു ഭയങ്കര ഇത് അങ്ങനെ ഗ്രൂപ്പിൽ ഇല്ലാത്തവർ എങ്ങനെയാ അറിയുന്നത്? ഗ്രൂപ്പിൽ ഇല്ലാത്തവർ അറിയണത് ഓരോ റൈഡ്. ഇപ്പോൾ ഒന്നും അറിയാത്തവനാണെന്നുണ്ടെങ്കിൽ ഒരു റൈഡറായിട്ട് കണക്റ്റഡ് ആവണം. എന്നിട്ട് അവൻ വഴി അവന് വേണ്ട വിവരങ്ങൾ അവന് എടുക്കണം. എന്നാലേ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഒരാൾക്ക് ചിലപ്പോൾ ഒന്നും അറിയാൻ പറ്റൂല, അവനത് അന്വേഷിച്ച് കണ്ടെത്തണം. ശരിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തണം. ഇപ്പൊ ശ്രീരാജ് ഹർഷൻ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പൊ ശ്രീരാജിനോട് ചോദിച്ചാ ശ്രീരാജിന് ഇവിടെ വരെ എത്തിയ വഴികള് ആൾക്കാർക്ക് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കാൻ ഓക്കെയാണോ? തീർച്ചയായിട്ടും ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കും. ഇപ്പൊ എന്നോട് ഒരുപാട് പേര് മെസ്സേജ്, ഇന്നലെ കൂടി മെസ്സേജ് അയച്ചോളൂ, ഒരാൾക്ക് ഇങ്ങനെ റേസ് ഓടിക്കാൻ താല്പര്യമുണ്ട്, എന്താ ചെയ്യേണ്ടത്. ഞാൻ എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്താണ് പറഞ്ഞു കൊടുത്തത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അക്കാഡമി ഉണ്ട്, ഇപ്പോൾ കോയമ്പത്തൂർ അങ്ങനെ ഒരു അക്കാഡമി ഉണ്ട്, അവിടെ പോയി ജോയിൻ ചെയ്ത്. അപ്പോൾ അവിടെ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രെയിനിങ്ങും കിട്ടും. അതിനുശേഷം നിനക്കൊരു ബൈക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നീ ബൈക്ക് എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അല്ലാതെ ശ്രീരാജിനെ പോലെ സ്വന്തമായിട്ട് വരാൻ ആരോട് ഉപദേശിക്കുന്നില്ല. ശരിക്കും അങ്ങനെ പറയേണ്ടത്, സ്വന്തമായിട്ട്. പിന്നെ എന്താ പറയാ, ഒരു ഇതിലും ജോയിൻ ചെയ്യാതെ, ഒരു ഫാക്ടറിയിലും ജോയിൻ ചെയ്യാതെ, അക്കാദമിയിലും പഠിക്കാതെ വന്നതാണല്ലോ ശ്രീരാജ്. അപ്പൊ അതുപോലെ ആൾക്കാർക്ക് ഉപദേശം കൊടുക്കാറില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒറ്റയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്ക് സ്വന്തമായിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഓരോന്ന് സ്വന്തമായിട്ട് തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്കിപ്പോൾ. സിമ്പിളായിട്ട് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട്, ട്യൂട്ടോറിയൽ വീഡിയോസ്. അപ്പോൾ എങ്ങനെയാണ് ബൈക്ക് ഓടിക്കേണ്ടത്, എങ്ങനെയാണ് കോർണർ എടുക്കേണ്ടത്, എങ്ങനെയാണ് ജമ്പ് ചാടിക്കേണ്ടത്, ഇതെല്ലാം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. നമ്മൾ അതിനനുസരിച്ച് അത് കണ്ട് വർക്ക് ചെയ്താൽ മാത്രം മതി. അങ്ങനെ യൂട്യൂബ് പഠിച്ചിട്ടാണ് എത്തിയതല്ലേ? ആവശ്യത്തിന് ഞാൻ നോക്കാറുണ്ട്. ചെറുപ്പത്തിലൊക്കെ നോക്കിയായിരുന്നു യൂട്യൂബ്? ഇല്ല, അങ്ങനെ ചെറുപ്പത്തിലൊന്നും നോക്കിയിട്ടില്ല. ഈ റേസിന് വന്നതിന് ശേഷം കുറേയൊക്കെ യൂട്യൂബിലൊക്കെ നോക്കാറുണ്ട്. കാരണം ഫോറിൻ റൈഡേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഓടിക്കണത്, അവരുടെ സ്റ്റൈൽ എങ്ങനെയാണ്, അതെങ്ങനെ ഓടിച്ച് പഠിക്കുക, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കാം. സ്വന്തമായിട്ട് ഇപ്പൊ ഒരു ഗാരേജ് ഒക്കെ ഉണ്ടല്ലേ? അപ്പൊ അതും സ്വന്തമായിട്ട് പഠിച്ചെടുത്തതാണ്, വണ്ടികളൊക്കെ സ്വന്തം അഴിച്ചു പണിത്. പഠിക്കാനൊന്നും പോയിട്ടില്ല. ഈ IT അങ്ങനെ ഒന്നും പഠിക്കാൻ ഞാൻ പറഞ്ഞില്ല. ചെറുപ്പത്തിലോട്ട് ഞാൻ ഇങ്ങനെ പണിത് വീട്ടിലൊക്കെ ഇങ്ങനെ തുടങ്ങി. വീട്ടിലൊക്കെ വർക്ക്ഷോപ്പ് ആയിരുന്നു, അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ ഒരു സ്വന്തമായി മെക്കാനിക് ആയതാണ്. അതെ. എല്ലാം ഈ കഴിവ് കണ്ടുപിടിക്കണം. മെക്കാനിക് ഫീൽഡിലൊന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ എല്ലാ വണ്ടിയിലും എല്ലാം സെറ്റ് ചെയ്യാൻ പഠിച്ചു. എല്ലാം നമ്മള് എന്തായാലും മെക്കാനിക്കൽ വർക്കിൽ ഒരിക്കലും പഠിച്ചു തീരണമല്ല. എല്ലാ ദിവസവും ഓരോ പുതിയ ഇതാണ് കിട്ടണത്. ഓരോ വണ്ടിയിലും ഭയങ്കര പ്രത്യേകത. എങ്ങനെയാണ് മെക്കാനിക് പണി? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഇതല്ലേ. വണ്ടിയുടെ പൾസ് അറിഞ്ഞിട്ട് നമ്മൾ പെരുമാറണം എന്ന് പറയാം. എങ്ങനെയുണ്ട്? നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ആയത് കാരണം നമുക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇരിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത പണിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കുള്ളൂ. ഇതാകുമ്പോൾ ഇപ്പം കുറച്ച് വർഷങ്ങളായി ഇപ്പം ഇങ്ങനെ ഈ പണി തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ എവിടെയാ വെക്കണം? ഇതൊക്കെ അങ്ങനെയല്ല, മെക്കാനിക് പണി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അറിയാത്ത സമയത്തില്ലേ ഞാൻ പറഞ്ഞില്ലേ, വണ്ടി ഫുള്ളായിട്ട് അഴിച്ചിട്ടുണ്ട്. എന്നിട്ട് സെറ്റ് ചെയ്യാൻ അറിയാണ്ട് ഞാൻ പറഞ്ഞില്ല, ഓട്ടോറിക്ഷയ്ക്ക് കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഞാൻ വന്നിട്ട് അഴിച്ചു നോക്കിയത്, എന്നിട്ട് പിന്നെ റീസെറ്റ് ചെയ്തു. അങ്ങനെ ഓരോന്ന് നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചു വരും. ഈ വണ്ടിപ്രാന്തന്മാരാണോ ശരിക്കും മെക്കാനിക് ആവുന്നത്? ഏറെക്കുറെ അങ്ങനെ ഇരിക്കുള്ളൂ. കാരണം അവർക്ക് അതിനോടൊരു പാഷൻ ഉണ്ടാവും. പിന്നെ ഒരു സാഹചര്യങ്ങളിലൊക്കെ ഇതിനകത്ത് ആയിപ്പോയി കഴിഞ്ഞാൽ ഇതൊരു രസമാണ് ഇത് പണിയാനായിട്ട്. നമ്മള് ശരിക്കും പറഞ്ഞൊരു ഡോക്ടർ പോലെ തന്നെയാണ്. നമ്മൾ അതിന്റെ കംപ്ലൈന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് അത് സോൾവ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു ഡോക്ടറിന്റെ പണിയൊക്കെ തന്നെയാണ്. ഒരു ഡോക്ടറാണ് ശരിക്കും, വണ്ടിയുടെ ഡോക്ടറാണ് ഇപ്പൊ അങ്ങനെ പറയാം മെക്കാനിക്. അതെ, അത് ഏതെല്ലോ സിനിമയിലൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ റീൽസിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ എത്ര സ്റ്റാഫ് ഒക്കെ ഉണ്ട്? സ്റ്റാഫ് ഇപ്പൊ ഒരു 5 പേര് സ്റ്റാഫ് ഉണ്ട്. പിന്നെ ഇപ്പൊ റണ്ണിങ് ആണ്, അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞാനിങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അവർ മാനേജ് ചെയ്തോളൂ അത്യാവശ്യം. അവരും ഇതുപോലെ റേസും സ്റ്റണ്ടും റിലേറ്റഡ് ആയിട്ട് പാഷനുള്ളവർ കൂടിയാണ് എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യണത്. അപ്പോൾ അവർക്കും കുറച്ച് ഇൻട്രസ്റ്റഡ് ആണ് എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത് പോകാനായിട്ട്.
നോർത്ത് പറവൂര് തന്നെയാണോ ഗാരേജ്? ഗാരേജ് അവിടെ തന്നെ. എങ്ങനെയാണ് ഈ വണ്ടികൾ, ഏതൊക്കെ വിധത്തിലുള്ള വണ്ടികൾ പണിഞ്ഞു കൊടുക്കും? ഇപ്പൊ ഞാൻ റേസർ റിലേറ്റഡ് ആയിട്ട് ഇറങ്ങുന്ന കാരണം കൂടുതലും അങ്ങനത്തെ വണ്ടികളൊക്കെയാണ് കൂടുതലും. മോഡിഫൈഡ് വണ്ടിയാണോ വരുന്നത്? അങ്ങനെ ചെയ്യാനാണോ വരുന്നത്? കുറെയൊക്കെ മോഡിഫിക്കേഷൻ ഓൾട്ടറേഷൻ വർക്ക് ഒക്കെ ചെയ്യാനുണ്ടാവും. ഇപ്പൊ ട്രാക്കിൽ ഓടിക്കുന്ന റേസ് ബൈക്ക് ബിൽഡ് ചെയ്യാനുണ്ടാവും, അങ്ങനെ ഉണ്ടാവും. പിന്നെ നോർമൽ കസ്റ്റമേഴ്സ് പരിചയമുള്ളവർ അങ്ങനെ ഒരുപാട് പേര് വരാറുണ്ട്. ഓഫറിന് കൊടുക്കും എല്ലാവർക്കും? പിന്നെ അത്യാവശ്യം ഓഫറിനൊക്കെ കൊടുക്കും. എന്താണ് പേര് വർക്ക്ഷോപ്പിന്റെ? ദി സ്റ്റോപ്പി ഷോപ്പ് എന്നാണ്. ദി സ്റ്റോപ്പി ഷോപ്പ്. ദി സ്റ്റോപ്പി ഷോപ്പ്. അതെ. അപ്പൊ ടൗണിൽ തന്നെയാണോ? അതെ, അവിടെ ടൗണിൽ തന്നെ, നോർത്ത് പറവൂർ. ഇപ്പൊ അർജുൻ അശോകൻ ഏതോ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകൻ ഇതുപോലെ തന്നെ നല്ല വണ്ടി പ്രാന്തലുള്ള ഒരാളാണ്. അതെ അതെ, ഞങ്ങള് ലാസ്റ്റ് ടൈം ഒരു 1-2 വീക്ക് മുമ്പ് ഒരു ബാംഗ്ലൂർ ഒരു ഇവന്റ് ഓടിച്ചായിരുന്നു. അർജുൻ അശോകൻ ഓടിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ അതിന്റെ ഒരു വീഡിയോ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനാണ് ലൈക്ക് ചെയ്തിട്ട് കണ്ടായിരുന്നു. അത് റിപ്പബ്ലിക് ഓഫ് ബൈക്കേഴ്സ് ഇല്ലേ എന്ന് പറയുന്ന ഒരു അവിടെ നിന്നാണ് ഞാൻ ഓടിച്ചത്. അവർ സ്പോൺസർ ചെയ്തിട്ടാണ് ഓടിച്ചത്. അപ്പൊ പുള്ളിയും അർജുൻ അശോകനും നല്ല കണക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഏറ്റവും നല്ല ക്ലബ് ഏതാ? എങ്ങനെയാണ് ഈ ഓടിക്കുന്നേ? അങ്ങനെ ഒരു ടീം ഉണ്ടല്ലോ, ഒരുപാട് ടീം ഉണ്ട്. മിക്കതും എല്ലാം നല്ല തന്നെയാണ്, എല്ലാത്തിലും നല്ല റൈഡേഴ്സും ഉണ്ട്. ഇപ്പൊ ആരെയാണ് ഇഷ്ടം എന്ന് പറയുമ്പോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അതുപോലെ ഇതും പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ, റൈഡർ ആവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു ഉപദേശം എന്താ കൊടുക്കാനുള്ളത്? ആർക്കൊക്കെ റൈഡർ ആവാം? എല്ലാവർക്കും റൈഡർ ആവാൻ പറ്റും. എല്ലാവർക്കും അതിനുള്ള മൈൻഡിനുള്ളിൽ ഉണ്ടാവും. അത് നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിനുള്ള റിസൾട്ട് കിട്ടും. നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം, എന്നാൽ അത് കിട്ടിയിരിക്കും ഉറപ്പായിട്ടും. ഒരു വേൾഡ് ചാമ്പ്യൻ ഒക്കെ ആയിട്ട് എന്തായാലും ആയിരിക്കും. നമ്മുടെ ഡ്രീം അതാണ്. ഞാനിപ്പോൾ ഓരോ ഗോളായിട്ട് ഇങ്ങനെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ഡ്രീം പറഞ്ഞാൽ അച്ചീവ് ചെയ്ത് ഇനി അടുത്ത ഡ്രീം ഇതൊന്നും സ്റ്റോപ്പ് ആവണില്ല. എല്ലാം പുതിയത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഓരോന്നുണ്ട്. അപ്പം അടുത്തത് എന്തായാലും നല്ലൊരു രീതിയിൽ എത്തട്ടെ എന്ന് ഞാൻ തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ ഞാനില്ല, ഒരാളെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഇങ്ങോട്ട് വന്നേ. ഈ ആദ്യമായിട്ട് വണ്ടി കൊടുത്തതാണ്. വണ്ടി ഇല്ലാത്ത സമയത്ത് രാവിലെ തൊട്ട് നിൽക്കുകയാണ്. ആളെ ഒന്ന് കാണിച്ചിട്ടില്ലേ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ബ്രോന്റെ പേരെന്താ? വൈശാഖാണ്. വൈശാഖാണ് ആദ്യമായിട്ട് റേസ് ബൈക്ക്. എന്റെ വണ്ടി ഇരിക്കരുത് കുറച്ചാള്. അപ്പൊ അങ്ങനെ എന്റെ വണ്ടിയാണ് ആൾക്ക് ഞാൻ കൊടുത്തത്. എന്നാലും ആ വണ്ടി കൊടുക്കാനുള്ള ഒരു മനസ്സ്, സത്യം പറഞ്ഞ ഒരു വണ്ടി ഇല്ലാത്ത സമയത്താണ് നാഷണൽ ലെവലിലൊക്കെ ടോപ്പ് 10 വന്നത്. അപ്പോൾ എന്താണ് ആ വണ്ടി ഒന്ന് ശ്രീരാജിന് കൊടുക്കാൻ കാരണം എന്താണ്? അല്ല, എന്തായാലും നമ്മളുടെ വണ്ടി കൊണ്ട് ആരെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം ഞാൻ എന്തായാലും ഓടിക്കുന്നില്ല. അപ്പൊ ആരെങ്കിലും ഒരാള് റേസ് ഫീൽഡായിട്ട് ബന്ധപ്പെട്ട ഒരാള് ഉപകരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. എനിക്കപ്പോൾ നേരത്തെ അറിയുകയും ചെയ്യാം. അങ്ങനെ ഔപചാരികമായിട്ട് വന്നൊരു സംഭവമാണ്. പെട്ടെന്നായിരുന്നത് അത്. അപ്പൊ ചോദിച്ചു, ഞാൻ എടുത്തോളാൻ പറയും. വൈകുന്നേരം തന്നെ വന്ന് വണ്ടി വൈകുന്നേരം വന്ന് വണ്ടി എടുത്ത് പിറ്റേ ദിവസം പീസാക്കി ഫുള്ള് റീസെറ്റ് ചെയ്താണ് വണ്ടി ഇറക്കിയത്. അങ്ങനെയാണ് പിന്നെ ഇത് ബൈക്ക് റേസിലേക്ക് ഇറങ്ങിയത്. ആദ്യമായിട്ട് റേസിലേക്ക് ഇറങ്ങിയത് വിഷ്ണു വൈശാഖന്റെ വണ്ടിയിലാണ്. അപ്പൊ ഏതായാലും ഭയങ്കര സന്തോഷം. ഇങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ വേണോ അല്ലേ? തീർച്ചയായും ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള വണ്ടി ഇല്ലെങ്കിൽ വണ്ടി തരണം. നമുക്കൊന്നും ഇങ്ങനെ ഒരു സുഹൃത്തില്ലാതെ പോയി. ഇല്ല, നമ്മളുടെ ഉള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാന്നുള്ളതാണ്. ഞാൻ വണ്ടി ഓടിക്കും ബുള്ളറ്റ്. അല്ല, നമ്മളുടെ ഉള്ള വണ്ടികൾ കൊടുക്കാന്നുള്ളതാണ് നമ്മളുടെ. ഇപ്പോഴല്ല, എപ്പോഴാണെങ്കിലും ഒരടുത്ത റൈഡർ ആണെങ്കിലും നമ്മൾക്ക് അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത് നമ്മളെ കൊണ്ടാവുന്ന നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ഒരു. ശ്രീരാജിനെക്കാണ് ഫാൻസിന് വൈശാഖനായിരിക്കും. പക്ഷെ ശ്രീരാജിന്റെ ഒരു വളർച്ച എങ്ങനെയാ കാണുന്നത്? ഇല്ല, അവൻ അത്യാവശ്യം അതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. കാരണം അത് പ്രാന്തുണ്ട് ശരിക്കും. അതാണ് ശരിക്കും അതിനോടൊരു നല്ലൊരു പ്രാന്ത്. അതാണ് പ്രാന്താണ് ശരിക്കും പറഞ്ഞത്. വണ്ടിപ്രാന്താണ്. കാരണം ആള് സ്റ്റണ്ട് ചെയ്തിരുന്ന ആളാണ്. റേസിലേക്ക് വന്നിട്ട് ഇത്ര നാളായിട്ടുള്ളൂ. പക്ഷേ റേസ് ചിലപ്പോൾ അവന് കൊടുക്കുന്ന ഒരു ഇത് വേറെ ആയിരിക്കുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇതിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഹാപ്പിയാണ് എല്ലാ രീതിയിലും. നമ്മൾ ഹാപ്പിയാണ്. ഇപ്പൊ ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത് ഇവന്റ് ഓടിച്ച് തുടങ്ങിയേക്കാണ്. അതിലും ഇഞ്ചുറി കഴിഞ്ഞിട്ടുള്ള ഇവന്റും ഫസ്റ്റ് അടിച്ചാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ബിഗ് റോക്കില് അല്ലെ. അത് കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണ്. ഇപ്പൊ ഡെഡ് പാർക്കൊക്കെ ചെയ്തോണ്ടിരിക്കണ് അല്ലെ, പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണം. അപ്പോൾ ഏതായാലും ഇങ്ങനെ തന്നെ നിങ്ങൾ സൗഹൃദവും ഈ റൈഡിങ്ങും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. ഏതായാലും ഒരുപാട് സന്തോഷം. എനിക്കൊന്ന് പരിചയപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. ആദ്യമായിട്ട് വണ്ടി കൊടുത്ത ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. നമ്മളൊരു ആളൊരു സഹായത്തിനില്ലാതെ ആരും ഒരു സ്ഥലത്തും എത്തില്ല അല്ലേ? ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ തന്നെ എത്തിയിരിക്കില്ലായിരിക്കാം. അതെ. അപ്പോൾ ഏതായാലും സന്തോഷം. താങ്ക് യു.